ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഒരു പുതിയ ആളിനത് നടത്താനുള്ള അവസരം നൽകിക്കൂടെ സാറേ? അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തണമെങ്കിൽ നിലവിൽ നടത്തി വരുന്നവരിൽ നിന്നും എന്തെങ്കിലും രീതിയിൽ ഒരു പരാതി വരണം. ഇതിപ്പോ ഒരു കുഴപ്പമില്ലാതെ വർഷങ്ങളായി വളരെ സൗഹാർദ്ദപരമായി നടത്തുന്ന ഒരു യൂണിറ്റാണ് അവരുടേത്. പിന്നെ ചെയ്യാവുന്നത് അവരുടെ സമ്മതത്തോടെ നിങ്ങൾക്ക് നടത്താൻ പറ്റുക എന്നതാണ്. എന്നാ പിന്നെ ആ വഴിക്കൊന്ന് ചിന്തിച്ചാലോ സാറേ? അവരുമായിട്ടൊന്ന് സംസാരിച്ച് കുറച്ച് നാളത്തേക്കെങ്കിലും അത് നടത്താനുള്ളൊരു സമ്മതം കിട്ടിയാൽ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവരുടെ സമ്മതം വാങ്ങി വാ. അവർ സമ്മതിച്ച ഫണ്ട് തരുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ, അതിപ്പോ നടത്തുന്നത് ആരാ? കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ഒരു ശാരദ. വർഷങ്ങളായി ഈ ഫണ്ട് ഉപയോഗിച്ച് പലഹാര യൂണിറ്റ് നടത്തുന്ന അവരെ ചെന്ന് കണ്ട് അവരുടെ ഒരു സമ്മതപത്രവുമായി വന്ന ഫണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്തു തരാം. പക്ഷേ അവരുടെ സമ്മതം വേണം. അല്ല, അതിപ്പോ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ വഴി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ സർക്കാരിന്റെ ഫണ്ടല്ലാതെ മറ്റെന്തെങ്കിലും വഴി നോക്ക്. അല്ലെങ്കിൽ തന്നെ ഈ സർക്കാർ ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നതേ തീരെ ദാരിദ്ര്യം പിടിച്ചവരാ. അവർക്ക് വേണ്ടിയാ. അവരെ കൂടി താഴെത്തട്ടിൽ നിന്നും കൈപിടിച്ചുയർത്തി മറ്റുള്ളവർക്കൊപ്പം എത്തിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇതേപോലുള്ള ഫണ്ടും ഇതുപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും. ശാരദ അക്കാര്യത്തിൽ ഞങ്ങളുടെ ക്ലീൻ ചാർട്ടിൽ ഇടം നേടിയ സ്ത്രീയാ. ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചു വന്ന സ്ത്രീ ആയതുകൊണ്ട് അവരിൽ നിന്ന് ഇത് വഴിമാറ്റി വിട്ടാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരും. ഇവിടെ സത്യഭാമ എന്ന നിങ്ങൾ അവരെക്കാൾ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരാളും ചോദ്യം ചെയ്യുകയില്ല. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. കാഴ്ചയില് ഈ പകിട്ടൊക്കെ ഉള്ളു സാർ. സാമ്പത്തികപരമായി വട്ടപൂജ്യത്തിൽ നിൽക്കുക സാറേ. ഇങ്ങനെ ഒരു സാധ്യത അറിഞ്ഞ് അതിൽ പ്രതീക്ഷ അർപ്പിച്ച് വന്നിരിക്കുക. നിരാശരാക്കി മടക്കി അയക്കരുത്. ഇടോ, കാഴ്ചയിലെ ഈ പകിട്ട് തന്നെയാണോ എവിടെയും പ്രശ്നം? ഇതിപ്പോ സത്യഭാമയെ പോലുള്ളവർ ഇങ്ങനെ ഒരു പ്രവൃത്തിയുമായി മുന്നിട്ടിറങ്ങുമ്പോ ആളുകൾ പറയും സത്യഭാമയെ പോലെ ഒരു സ്ത്രീക്ക് സർക്കാർ ഫണ്ടിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ 10 പൈസ ഞാൻ കൊടുക്കില്ല. അത് ഈ കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം? നിക്കണോ അതോ പോണോ? കാര്യം നടക്കുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് പാവപ്പെട്ടവർക്കുള്ള പണമാ. ഇത് ഉപയോഗിച്ച് രക്ഷപ്പെടേണ്ടവരും അവര് തന്നെയാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ശാരദയുടെ സമ്മതം വാങ്ങി വരൂ, ഞാൻ ഫണ്ട് ശരിയാക്കി തരാം. അല്ലാതെ വളഞ്ഞ മാർഗത്തിലൊന്നും ഞാൻ നടത്തിക്കുകയില്ല, കൂട്ടു നിൽക്കുകയില്ല. എന്നാ പിള്ളേ, നമുക്ക് പോകാം. ശരി. ഒന്ന് നിന്നേ. വകുപ്പുണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള ഫണ്ടും നിങ്ങൾക്ക് കിട്ടും. ശാരദ പോലും അറിയാതെ ഇത് നിങ്ങളുടെ പേരിലേക്ക് ആജീവനാന്തം നടത്താനുള്ള നടത്തിപ്പവകാശം കിട്ടുകയും ചെയ്യും. പക്ഷേ ഞാൻ ചെയ്യില്ല. 1 രൂപ പോലും ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരികയില്ല. ഇപ്പോ സംഭവിച്ചിരിക്കുന്ന ഈ ഗതികേടില്ലേ, ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഞാനും. പണ്ട് ജോലിയില്ലായിരുന്ന സമയത്ത് എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ വെറും ഒരു 5000 രൂപ ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അറിയോ? നിങ്ങളുടെ ഓർമ്മയിൽ അത് കാണില്ലായിരിക്കും, പക്ഷേ എന്റെ ഓർമ്മയിൽ മങ്ങാതെ മായാതെ അത് ഇപ്പോഴും കിടപ്പുണ്ട്. അന്ന് വെറും 5000 രൂപയ്ക്ക് ഈട് വെക്കണമെന്നും പ്രമാണം കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് അന്ന് എന്നെ നിങ്ങൾ നിങ്ങളുടെ വീടിന് മുന്നിൽ പിടിച്ചു നിർത്തി. ഒടുവിൽ പണം ഇല്ലെന്നും പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഈ പേരും മുഖവും ഞാൻ എന്റെ മെമ്മറി പേജിൽ കുറിച്ചിട്ടു. ഒരവസരം വരുമ്പോൾ ഉപയോഗിക്കാൻ. ഇതിപ്പോ ആ അവസരമാണ്. ഞാനത് ഭംഗിയായി ഉപയോഗിക്കും. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലം വരെ
ഇവിടുന്ന് 10 പൈസ നിങ്ങൾക്ക് കിട്ടില്ല. ഒരു മനുഷ്യന്റെ അഹങ്കാരത്തിനും അഹന്തയ്ക്കും ഈശ്വരൻ നൽകുന്ന തിരിച്ചടിയാണ്. ഇതെല്ലാം ഇവിടെ നടന്ന് മേടിച്ചു കൂട്ടാതെ നിങ്ങൾക്ക് ഈ ഭൂമി വിട്ടു പോകാനും പറ്റില്ല. ഇതൊരു തുടക്കം മാത്രമാണ്, സാമ്പിൾ. ഇനി വരാനിരിക്കുന്നതെല്ലാം കൂടിയ ഇനങ്ങളാ. എല്ലാം നേരിടാനുള്ള കരുത്ത് വാങ്ങിച്ചോ, അതേ ഇനി വഴിയുള്ളൂ. സഹായം ചോദിച്ചു വന്നിരിക്കുന്നു. എന്താ നോക്കുന്നത്? ഇറങ്ങിപ്പോടുന്നു. ഒരു സത്യഭാമ. ബെറ്റർ ആയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാം. ദാ, ഈ മെഡിസിൻ കൂടി വാങ്ങിക്കണം. ഓക്കെ? മോളെ, ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം. ലക്ഷണമൊത്ത കൊമ്പൻ, നിന്നാലും കാശ ചെരിഞ്ഞാലും കാശാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. അതായത് കളക്ടർ സ്ഥാനത്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന അതൊന്നും വേറെ തന്നെയാ ശാലിനി. റിസപ്ഷനിൽ വന്ന് കളക്ടർ എന്ന് പറഞ്ഞില്ല, ഒരു നേഴ്സ് ഇറങ്ങി വന്നതാ വാതിലിനടുത്ത് വരെ എന്നെ കൊണ്ടാക്കി. കുത്തുകൊണ്ടാലെന്താ, രാജകീയ പരിചരണമല്ലേ കളക്ടർക്ക് കൊടുക്കുന്നത്. എല്ലാം സാധാരണക്കാരൻ കരം കൊടുക്കുന്ന കാശ. അനുഭവയോഗം തന്നെ. നിനക്കൊരു കൈ നോക്കായിരുന്നില്ലേ? ഇങ്ങനെ വന്ന് കിടക്കായിരുന്നല്ലോ. ഓ, നമ്മളെയൊക്കെ ഇതുപോലെ കുത്തിക്കൊണ്ടുവന്ന് കിടത്താൻ നമുക്കങ്ങനെ കൊമ്പത്തെ ശത്രുക്കളൊന്നും ഇല്ലെന്നേ. പിന്നെ ഇങ്ങനെ കിടന്നാലും സർക്കാർ ചെലവിൽ സംരക്ഷിക്കാൻ ആളുമില്ല. എന്താ പിന്നെ എഴുന്നള്ളിയത്? ചത്തോ ജീവിച്ചോ എന്നറിയാൻ വന്നതാണോ? ഏൽപ്പിച്ചവന്റെ ഉന്നം കൃത്യമായില്ല, അതുകൊണ്ട് ജീവൻ പോയില്ല. കുത്തിയവന് നന്നായിട്ട് അറിയായിരിക്കും നിന്നെ കൊല്ലണോ അതോ പാതി ജീവനാക്കണോന്ന്. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് സന്തോഷം. സത്യം പറയാലോ, ഞാൻ സന്തോഷിക്കുന്നുണ്ട് നീ രക്ഷപ്പെട്ടു വന്നതിന്. നേർക്ക് നേർ നിന്ന് നേരിടാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ ശാലിനി? അതും ഒപ്പത്തിനൊപ്പം പോന്നവര്. ശത്രുക്കൾ എത്രത്തോളം പ്രബലരാവുന്നോ അത്രത്തോളം തന്ത്രങ്ങളുടെ ശക്തി കൂടുന്നല്ലേ. എന്റെ ശക്തി ഒരല്പം കൂടട്ടെ. നിന്റെ ബുദ്ധിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ എനിക്കൊരല്പം ശക്തിയെങ്കിലും വേണ്ടേ? എനിക്കറിയായിരുന്നു കുത്തിയവന് വേണ്ടത് എന്റെ ജീവനല്ലായിരുന്നു എന്ന്. എന്നെ കുറച്ചു ദിവസം കിടത്തണം. അവന് കൊട്ടേഷൻ കൊടുത്തവരും പറഞ്ഞേൽപ്പിച്ചത് അങ്ങനെ തന്നെ ആയിരിക്കും. സർവീസിൽ നിന്ന് കുറച്ചു ദിവസം മാറ്റി നിർത്തുക. അതവൻ ഭംഗിയായി നിർവഹിച്ചു. കുറച്ച് ആപ്പിൾ മുന്തിരിയൊക്കെ. ആക്ച്വലി ഞാൻ എൻ്റെ മിട്ടൂന് ഫുഡ് വാങ്ങാൻ ഇറങ്ങിയതാ. മിട്ടു എന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ.
പക്ഷെ അവൾ ഹൈജീനിക്കായ ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഭയങ്കര വാശിക്കാരിയാ. ഈ കാര്യത്തിലൊക്കെ ഭയങ്കര നിർബന്ധം അവക്ക്. ഈ ലോക്കൽ ഭക്ഷണം കഴിച്ചാ വൊമിറ്റ് ചെയ്യും. അപ്പോഴാ ജഗദീപ് വിളിച്ച് പറയുന്നത് പട്ടിക്ക് ഫുഡ് മേടിക്കുന്ന ഷോപ്പിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലാ ശാലിനി പോറലേറ്റ് കിടക്കുന്നതെന്ന്. പിന്നെ അവിടുന്ന് തന്നെ കുറച്ച് ഓറഞ്ചും മുന്തിരി ആപ്പിളും ഒക്കെ അങ്ങ് വാങ്ങിച്ചു. ഒന്ന് കണ്ടേക്കാന്ന് കരുതി, ഒരു ഫോർമാലിറ്റിക്ക്. ആ, ശാരദാമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി ഇതെന്ത് കളിയാന്ന്. കുത്തുകൊണ്ട് കിടക്കുന്ന ശാലിനിയുടെ അടുത്ത് കൂട്ടടപ്പിന് ആരുമില്ലല്ലോ എന്ന്. ഭർത്താവ് വിഷ്ണുവിന് സത്യഭാമ വരച്ച ലക്ഷ്മണരേഖയ്ക്ക് ഇപ്പുറം കിടക്കാൻ പറ്റാത്തതുകൊണ്ട് കളക്ടർ ശാലിനി ഓഫീസ് ഫയലും കണി കണ്ടോണ്ട് കിടക്കുകയായിരിക്കുന്ന ഞാൻ കരുതിയത്. ഇത്രയും നേരം വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വിഷ്ണു തന്നെയാ. ഓ, ഞാനിപ്പോ അങ്ങ് വീട്ടിലേക്ക് പോവും. പിന്നെ ഇവിടെ ശാലിനിക്കൊപ്പം ഇവിടെ കൂട്ടായി നിൽക്കുന്നത് വിഷ്ണു തന്നെയാ. അല്ലെങ്കിൽ തന്നെ ഭാര്യ കിടക്കുമ്പോ സഹായത്തിന് നിൽക്കേണ്ട ഭർത്താവല്ലേ? ആ അങ്ങനെ. ആ ആ, അതിന് അമ്മായിയമ്മയും കൂടെ അംഗീകരിച്ചു തരണ്ടേ, നിങ്ങളീ പറഞ്ഞ വിഷ്ണുവിന്റെ അമ്മ. ആ, പിന്നെങ്ങനെ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലൊക്കെ നന്നായി പോകുന്നുണ്ടോ? മകക്ക് ജീവൻ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ആ തട്ടുകടയൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിലിരുന്ന് വിശ്രമിക്കേണ്ട സമയമായി. വെറുതെ ഇരുന്ന് തിന്നാ പിത്തം പിടിക്കും മോളെ. മാത്രമല്ല, ഒരു പണിയില്ലെങ്കിലേ വെറുതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറാൻ നടക്കുന്നവരെ പോലെ ഞാനും നടക്കേണ്ടി വരുവേ. ഇതാകുമ്പോ ആ പ്രാക്ക് കിട്ടുകയില്ല, അധ്വാനിച്ച് 10 രൂപ കിട്ടുകയും ചെയ്യും. ആ, സുസ്മിതയ്ക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്കങ്ങനെ പറ്റൂല. നാവിന് ബലം വെച്ചിട്ടുണ്ട്. ഇവളുടെ ബലത്തിലാണ് ഈ നാവ് ആടണതെങ്കിൽ മോളുടെ അവസ്ഥ കണ്ടല്ലോ. നിങ്ങൾ ഇതുപോലെ കിടന്നാ അവിടെ കിടക്കത്തേ ഉള്ളൂ, പിന്നെ എണീക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സുസ്മിതേ, മതി നിന്റെ ഡോഗ് ഷോ. ഒന്നാളാവാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. പിന്നെ എന്റെ പരിക്ക് കണ്ട ഒന്ന് ആനന്ദിക്കാനും. പക്ഷെ വന്ന് കണ്ടപ്പോ മനസ്സിലായി നീ ഉദ്ദേശിച്ചത്രയും പരിക്കൊന്നും എനിക്ക് ഏറ്റിട്ടില്ലെന്ന്. അതിന്റെ നെകളിപ്പ നീ നടത്തിയ പട്ടിപുരാണം. എന്തായാലും പൊട്ടിക്കാൻ കൊണ്ടുവന്ന ബോംബ് പൊട്ടാത്ത സ്ഥിതിക്ക് അതേതെങ്കിലും ചവറ്റുകൊട്ടയിലിട്ട് പോവാൻ നോക്കടി. എടി ഞാൻ പോ, പോടി. പൊയ്ക്കോളാം, അല്ലെങ്കിൽ നിനക്ക് കൂട്ടുകിടക്കാൻ വേണ്ടിയല്ല വന്നത്. പക്ഷെ നമ്മൾ വീണ്ടും കാണും. അന്നിതിനെല്ലാം ചേർത്ത് ഞാൻ നിനക്കൊരു മറുപടി തരും. അത് നിന്റെ ജീവിതം മാറ്റിമറിക്കുന്നൊരു മറുപടി ആയിരിക്കും. മനസ്സിലായോടി? ഡി, നിന്റെ മീട്ടുപട്ടിക്ക് ഫുഡ് വാങ്ങിയ സ്ഥലത്ത് നിന്ന് വാങ്ങിയ ഫ്രൂട്ട്സ് അല്ലേ അത്? നീ തന്നെ അങ്ങ് തിന്നാ മതി. ഞാനേ അത്ര ഹൈജീനിക് അല്ല. എടുത്തോണ്ട് പോടി, ഇല്ലെങ്കിൽ നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് വലിച്ചെറിഞ്ഞു തരും ഞാൻ. അല്ലെങ്കിലും നിന്നെ കൊണ്ടത് തീറ്റിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ലായിരുന്നു. വീട്ടിലെ മറ്റു 2 പട്ടികളുണ്ടല്ലോ, അവർക്ക് കൊടുത്തോളാം ഞാൻ. കേട്ടോടി കളക്ടറെ? മോളെ, ഇവളും ആ ചന്ദ്രബോസും കൂടി തന്നെ ആയിരിക്കോ നിന്നെ ഇങ്ങനെ കിടത്തിയത്? അവരുടെ കൂടെ ഇപ്പൊ മറ്റു 2 പേരുകൾ കൂടി ഉണ്ടമ്മേ. ഉപേന്ദ്രൻ, പിന്നെ രോഹിത്. ആരും ആവാം, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി ഒരുമിച്ച്.
സംഭവിച്ചിരിക്കുന്ന ഈ ഗതികേടില്ലേ, ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു മനുഷ്യന്റെ അഹങ്കാരത്തിനും അഹന്തയ്ക്കും ഈശ്വരൻ നൽകുന്ന തിരിച്ചടിയാണ്. ഇതെല്ലാം ഇവിടെ നടന്ന് മേടിച്ചു കൂട്ടാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകാൻ കഴിയില്ല. പിള്ളേ, അയാള് പറഞ്ഞതെല്ലാം ശരിയാ. എനിക്കിപ്പോ തിരിച്ചടികളുടെ കാലമാ. ചെയ്തതിനൊക്കെ ചെന്ന് ചോദിച്ചടി വാങ്ങിക്കുന്ന കാലം. എവിടെ ചെന്നാലും ഒരു തടസ്സം. അയാൾ പറഞ്ഞതൊന്നും സത്യാമ്മ കാര്യമാക്കണ്ട. നമുക്കെന്തെങ്കിലും വേറെ വഴി നോക്കാം. ഒരു വഴി അടഞ്ഞ് 9 വഴി തുറക്കുമെന്നല്ലേ? എന്റെ ഇപ്പോഴത്തെ സമയം വെച്ച് ആ 9 വഴിക്കും തടസ്സങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഈ ബ്ലോക്കിലെ ഉദ്യോഗസ്ഥനെ പോലെ ആരെങ്കിലും ഒരുത്തൻ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ചെന്നപ്പോഴേ അയാൾക്ക് എന്നെ മനസ്സിലായി പിള്ളേ. അതുകൊണ്ടാ തുടക്കത്തിൽ തന്നെ അയാൾ ഫണ്ട് തരില്ലെന്ന് പറഞ്ഞത്. സത്യാമ്മേ, നമ്മൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. 1-2 വീഴ്ചകൾ വരണം. എന്നാലേ പിന്നീടുള്ള നടപ്പിന് ബലം കിട്ടും. തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോകാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. തടസ്സങ്ങളെല്ലാം അവിടുന്ന് നീക്കിത്തരും. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പേരുകൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് അയാൾ ശ്രമിച്ചത്. ഞാൻ ശാരദയുടെ കാല് പിടിക്കണമെന്ന്, ഈ സത്യഭാമ കാല് പിടിക്കണമെന്ന്, അതും ശാരദയുടെ. അതിനെ സത്യഭാമ മരിക്കണം. കാര്യങ്ങൾ നടന്നു കാണാൻ വേണ്ടി അയാൾ ഒരു വഴി പറഞ്ഞതേ ഉള്ളൂ. അത് നമുക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. പിന്നെ ഈ ബിസിനസ് സത്യാമ്മ ചെയ്യണമെന്നാണ് വിധിയെങ്കിൽ അത് നടന്നിരിക്കും. അതിപ്പോൾ ആര് തടസ്സം നിന്നാലും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഒന്ന് നിർത്തിക്കേ. സൂചി പോലും എടുപ്പിക്കാതെ വളർത്തിയ മകൻ, കാലിൽ ചെരിപ്പിടാതെ മണ്ണിൽ ഇറക്കാതെ വളർത്തിയ മകൻ, അല്ലലില്ലാതെ വളർത്തിയിട്ട് നടു റോഡിൽ നിന്ന് അവശതയോടെ പണിയെടുക്കുന്നു. ഇതിനാണോ അവനെ ഞാൻ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവന്നത്? ഇതിനാണോ ഞാൻ കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ സംരക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചത്? എന്റെ മകൻ വിയർത്ത് കുളിച്ചു നിന്ന് പണിയെടുക്കുന്ന കാഴ്ച എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര ഈ വഴിക്ക് തന്നെ ആക്കിയത്. തിരിച്ചടികൾ തന്നെ ഇത്. ഭാമിയുടെ സ്വപ്നങ്ങൾക്കുള്ള തിരിച്ചടി. മകനെ എങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു, അതിനെതിരെയുള്ള വിധിയുടെ ക്രൂരത. പയ്യ ഈ കാഴ്ച മനസ്സിൽ നിന്ന് എത്ര മായ്ച്ചാലും പോവില്ല. ഞാൻ ഇതിനാണ് എന്റെ മകനെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നത്. ഈശ്വര. സത്യമേ, വിഷ്ണുക്കുഞ്ഞനെ വിളിക്കണോ? വേണ്ട. അവനെ ഞാൻ കണ്ടൂന്നറിയണ്ട. വേഗം പോവാൻ നമുക്ക്.
ആമേ എന്തായി പോയ കാര്യം? ബ്ലോക്ക് ഓഫീസറെ കണ്ടോ? ഇവക്ക് എന്ത് പറ്റി? എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടല്ലോ. എടോ എന്തോ പറ്റിയോടോ? തൻ്റെ കൊച്ചമ്മ സങ്കടപ്പെടാത്തേക്ക് പോയത്? എടോ ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞതുമില്ല, എൻ്റെ മുഖത്തോട്ട് നോക്കിയതുമില്ല. വിഷ്ണു കുഞ്ഞിനെ കണ്ടതിന്റെ സങ്കടമാ സാറേ. അല്ല അവനെവിടെ വെച്ച് കണ്ടത്? ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് വെച്ച്.